അനുമോളും ആദില നൂറ അതേപോലെ തന്നെ ബിൻസി അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിന്നിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, കണ്ടില്ലേ അനീഷേട്ടൻ ഇപ്പോൾ എത്ര നന്നായി അവിടെ ഇരുന്ന് എന്തൊക്കെ കോമഡിയാണ് പറയണേ, ഇത്രയേ ഉള്ളൂ ആ മനുഷ്യൻ, നിങ്ങളതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ അനീഷേട്ടൻ്റെ മെക്കിട്ട് കയറുന്നത്. കിച്ചൺ ടീമിൽ ചെന്നപ്പോഴാണ് ഇപ്പോൾ അയാൾ ശരിക്കും ഒരു കോമഡിക്കാരനായത്. അയാളുടെ ക്യാപ്റ്റൻസി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളെപ്പോലെ ഒരു സാധാരണ ആളായി എന്ന് പറഞ്ഞു. അപ്പോൾ ആദിൽ പറഞ്ഞു, എപ്പോഴും ഇതൊക്കെ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. എനിക്കിവിടെ നിന്ന് എന്തും വേണമെങ്കിൽ പറയാമല്ലോ എന്ന്. പറയുന്നതൊക്കെ സൂക്ഷിച്ച് പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ നൂറയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിന്നിക്കിതൊന്നും വലിയ ഇഷ്ടമല്ല. കാരണം ബിന്നി രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു, റാങ്കിങ് ടാസ്കിൽ നമ്മുടെ അനീഷേട്ടൻ 1-ാം സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള വലിയ പ്രശ്നം ബിഗ് ബോസ് വീട്ടിൽ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ അങ്ങനെ ഫസ്റ്റ് പോവുകയാണെങ്കിൽ കിട്ടുന്ന ഇതും കൊണ്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ ബിന്നി 1-ാമതെത്തുകയും നമ്മുടെ അക്ബർ ഒക്കെ ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിലാണ് അയാളെടുത്തുകൊണ്ട് വന്ന സാധനം കൊണ്ടൊന്നും നമുക്ക് കഴിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ബിന്നിക്കുള്ളത്. ബിന്നിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.